വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഇപ്പോൾ ഒരു ഗസ്റ്റും കൂടിയുണ്ട്. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഓളുണ്ടായിരിക്കും. അപ്പോൾ ഓളെക്കുറിച്ച് ഓള് സംസാരിക്കും. ഹലോ, ഞാനാണ് പുതിയ ഗസ്റ്റ്. എൻ്റെ പേര് നജ എന്നാണ്. ഞാൻ 7th തന്നെയാണ് പഠിക്കുന്നത്. അന്യൻ്റെ ഒപ്പം തന്നെയാണ്. ബാക്കി എൻ്റെ ഉള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ അറിയിച്ചോളാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഒരു ബ്രഷ് പെന്നാണ്. ബ്രഷ് പെൻ ഇല്ലെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്താലും മതി. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കത്രികയാണ്. കത്രിക തീർച്ചയായിട്ടും വേണം. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ഫെവിഗമാണ്. അത് ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ വേണ്ട നമുക്ക് ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പാണ്. അത് നമുക്ക് സ്റ്റിക്കറിൻ്റെ എഫക്റ്റ് കിട്ടണം. വേണമെങ്കിൽ എടുത്താൽ മതി, നിങ്ങൾക്ക് എഫക്റ്റ് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു എക്സാം ബോർഡ് വേണം. അത് ഉണ്ടായാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പേന, പെൻസില് അങ്ങനെയുള്ള സാധനങ്ങൾ വേണം. അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ അറിയാം ഇതിൽ കൂടുതൽ എന്തൊക്കെ വേണം എന്നൊക്കെ. ഹലോ, ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരു A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഒന്നേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഉണ്ടാക്കുമ്പോൾ പെൻസിൽ വരച്ചിട്ട് ആദ്യം നമുക്കൊന്ന് മെല്ലെ വരച്ച് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം എടുക്കാം കേട്ടോ. ഇനി നിങ്ങളെ ഇഷ്ടപ്പെട്ട പേര്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോജി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വരച്ചാൽ സ്റ്റിക്കറാക്കണം. അപ്പോൾ നമ്മൾ ലവ് ചിഹ്നം വരക്കുകയാണ്. നമ്മളൊരു ലവ് ചിഹ്നം വരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ ലവ് ചിഹ്നം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ലവ് ചിഹ്നം മുറിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്താണ്ട് എടുക്കണം. കുഞ്ഞൊരു ലവ് ചിഹ്നമാണ് ഉണ്ടാക്കിയുള്ളത്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ റെഡാണ് അടിക്കുന്നത്. ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫിനിഷിങ്. സ്കെച്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ബ്രഷ് പെൻ ഉണ്ടാക്കുന്നതാണ്. A few minutes later. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ലവ് ചിഹ്നം ഈ സെല്ലോ ടാപ്പിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് കത്രിക കൊണ്ട് അതൊന്ന് മുറിക്കണം. സെല്ലോ ടാപ്പ് വെച്ചാൽ അതിൻ്റെ ഒരു ഒറിജിനലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ആ ലവ് ചിഹ്നത്തിൻ്റെ ആ ഷേപ്പിൽ ആ സെല്ലോ ടാപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളും ചെയ്യുക. ഇതിപ്പോൾ ഇതുപോലെ കിട്ടും. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ട ബുക്കിൽ ഒട്ടിക്കാവുന്നതാണ് പശ കൊണ്ട്. ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റും ചെയ്യുക. ഇനി നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഒരു ബ്രഷ് പെന്നാണ്. ബ്രഷ് പെൻ ഇല്ലെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്താലും മതി. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കത്രികയാണ്. പിന്നെ ഒരു